Hey, Hello. welcome back to our channel. Journey of NK. ഇപ്പോൾ ഞങ്ങൾ എവിടെയുള്ള വെച്ചാൽ ബാംഗ്ലൂർ പുതിയൊരു മാൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം കുറേ ആയി, ഏകദേശം ഒരു 1 വീക്കായി ഓപ്പൺ ചെയ്തിട്ട്. മോർ ദൻ 1 വീക്കായി ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ മോളിൻ്റെ പേര് മോൾ ഓഫ് ഏഷ്യ എന്നാണ്. ഞാൻ ബാക്കിൽ കാണിക്കാം, ബ്ലറാണല്ലോ. ഓക്കെ, ഞാൻ എന്തായാലും ബാക്ക് ക്യാമറയിൽ കാണിക്കാം. അപ്പോൾ ഇത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മോൾ ഇൻ ദ ബാംഗ്ലൂരാണ്. അപ്പോൾ എന്തായാലും ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, മോൾ ഓഫ് ഏഷ്യ ആക്ച്വലി ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ലക്ഷറി റീറ്റെയിൽ മോളാണ്. ഇത് ഹെബ്ബാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അവരെ അട്രാക്റ്റ് ചെയ്യാനുള്ള സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി അവരുടെ മെയിൻ ഹൈലൈറ്റ് ഈ സ്നോമാൻ ആയിരുന്നു. ഇത് ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. ഒരുപാട് പിള്ളേർ അതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ട്രീ അത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് അത് 100 ഫീറ്റ് ടോളിലാണ് ഇത് അവർ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ മോൾ അവർ സെറ്റപ്പ് ചെയ്തേക്കുന്നത് 13 ഏക്കേഴ്സിലാണ്. നമ്മൾ താഴെ തന്നെ പ്യൂമയുടെ ഷോറൂം ഉണ്ട്. പിന്നെ ഇവിടെ കൂടുതലും ഹൈ എൻഡ് ബ്രാൻഡ്സ് ഒക്കെയാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്. ലക്ഷറി ആയതുകൊണ്ട് തന്നെ ഹൈ എൻഡ് ബ്രാൻഡ്സ് ആണ് കൂടുതലും. ഇവരുടെ മെയിൻ ഹൈലൈറ്റ് സ്റ്റാർബക്സ്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഒരു ഗാർഡൻ്റെ നടുക്കാണ് ഒരു സ്റ്റാർബക്സ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അടിപൊളിയായിരുന്നു. ഇൻറ്റീരിയേഴ്സൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഇവർ മെയിനായിട്ട് ഇവരുടെ ഈ ഒരു സംഭവം കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് സ്മെൽ, സൈറ്റ്, സൗണ്ട്, ടച്ച് ആൻഡ് ടേസ്റ്റ് ആണ് ഇവരുടെ മെയിൻ ഇൻസ്പിറേഷനും മോട്ടിവേഷനും ആയിട്ട് ഈ മോളിൽ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇത് ടോട്ടലി 5 ഫ്ലോർസ് ആണ്. പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് ടിം ഹോട്ടൽസ്. ബാക്കിയുള്ള മോളിലൊന്നും ഞാൻ ഈ ബ്രാൻഡ് കണ്ടിട്ടില്ല. ഈ മോളിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ബ്രാൻഡ് കാണുന്നത്. ഇതൊരു കാനഡിയൻ ബ്രാൻഡും കൂടിയാണ്. പിന്നെ താഴെ തന്നെ നമുക്കൊരു നാവിഗേഷന് വേണ്ടിയിട്ടുള്ളൊരു സ്ക്രീനുണ്ട്. ഇത് ഹ്യൂജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇത് നോക്കേണ്ടി വരും. ബിക്കോസ് എവിടെ എന്തൊക്കെയാണെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. പിന്നെ കിഡ്സ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. കുറേയൊക്കെ സ്കേറ്റിംഗ് അടിച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുങ്ങും പൊങ്ങും ആ സംഭവമാണ് അവിടെ. പിന്നെ ഇവരുടെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് ഓരോ ഫ്ലോറിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ കാണാം. മേലെ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂസ് ആണ്. പിന്നെ നമുക്ക് ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സും ഇവിടെ ഉണ്ട്. ദ ബോഡി ഷോപ്പ് ആയിക്കോട്ടെ, പിന്നെ വേറെ മോഡ എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡ് ആണല്ലോ. അതേപോലെ തന്നെ മാംഗോ, പിന്നെ ഓൺലി, അങ്ങനെ കുറേ ബ്രാൻഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ കുറേ ഷോപ്സ് ഒന്നും ആക്ച്വലി ഓപ്പൺഡ് അല്ല. ഇപ്പോഴും അവർ പതുക്കെ ഓപ്പൺ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇവരുടെ ആക്ച്വലി ഈ പറയുന്ന ഓരോ ലൈറ്റിങ്സ് ഒക്കെ ഭയങ്കര, നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് ഈ പർട്ടിക്കുലർ മോളിൽ. പിന്നെ അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു. കിച്ചുവിന് ഇങ്ങനെ സ്കേറ്റിംഗ് അടിച്ച് നടക്കുന്നതായിരുന്നു ആ മോളിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടെ ആക്ച്വലി മാഗ്നോളിയ ബേക്കറിയാണ്. അത് ആക്ച്വലി ന്യൂയോർക്കിലൊരു ഫേമസ് ബ്രാൻഡാണ്. പിന്നെ അത് ഞാൻ അത്യാവശ്യം ഇവിടെ ഏതൊരു മോളിലും ഞാനത് കണ്ടിട്ടില്ല. പിന്നെ ഈ കാണുന്ന വ്യൂ അത് പല സൈഡിൽ നിന്ന് ഞങ്ങൾ എടുത്ത വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ് ആക്ച്വലി, നോക്കി നിന്നു. പിന്നെ പ്ലാൻ ബി, ഈ പബ്ബ് ഇപ്പോഴും ഓപ്പൺ ആവുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഷോപ്പ് ഇപ്പോഴും ഓപ്പൺ ചെയ്യാനുണ്ട്. അവർ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് പലയിടത്തും പോസ്റ്റർ ഇടാം. പിന്നെ ഈ കാണുന്ന സ്ഥലം സ്മോൾ ഈവൻസും അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉള്ളൊരു സ്പേസാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇവിടെ നിന്ന് ഈ സ്ക്രീന് നോക്കാനും. അതിൻ്റെ മേലത്തെ റൂഫ് ടോപ്പൊക്കെ ആക്ച്വലി അടിപൊളിയായിരുന്നു. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ മോളിലേക്ക് വരുമ്പോൾ. പിന്നെ ട്രെൻഡ്സ്, നമ്മളെല്ലാവരും നമ്മുടെ പാവങ്ങളുടെ ട്രെൻഡ്സ് അതും ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ ആൾക്കാരിനെയും ഫോക്കസ് ചെയ്തിട്ടാണ് അവർ ആക്ച്വലി ഇത് മേക്ക് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഫൺ സിറ്റി, ഇവിടെ അത്യാവശ്യം എക്സ്ട്രാ ഗെയിംസ് ഉണ്ടായിരുന്നു. നമ്മുടെ മന്ത്രി മോളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറേയും കൂടെ എക്സ്ട്രാ ഗെയിംസ് ഉണ്ടായിരുന്നു.
നമുക്ക് വെറൈറ്റി ആയിട്ട് കളിക്കാൻ പറ്റുന്ന പോലെ ഉള്ള ഈ കാണുന്ന ഡാഷിങ് ബോർഡൊക്കെ ഡാഷിങ് കാറൊക്കെ ഉണ്ടല്ലോ, അത് പൊതുവേ എല്ലായിടത്തും ഒരു നോർമൽ കാറൊക്കെ അല്ലേ, ഇവിടെ ഒന്നും കൂടെ അട്രാക്റ്റീവ് ആയിരുന്നു മൊത്തത്തിൽ. പിന്നെ ഇവിടെ ചെക്കൻ ഭയങ്കര റേസിംഗ് ഒക്കെ ആയിരുന്നു, ഒരുപാട് എൻഗേജ് ചെയ്ത് വെക്കാൻ, അതായത് പിള്ളേരെ എസ്പെഷ്യലി അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഈ ചോക്ലേറ്റിൻ്റെ സംഭവമൊക്കെ നമ്മൾ ട്രൈ ചെയ്തില്ല, ബിക്കോസ് പണ്ടൊക്കെ കുറേ ട്രൈ ചെയ്തിട്ട് ഒട്ടും കിട്ടാതെ തിരിച്ചു പോന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ മറ്റേ റിങ് എറിയുന്ന സംഭവങ്ങൾ, ഇവിടെ ആക്ച്വലി പാരൻസും എൽഡർലി ആൾക്കാരടക്കം ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മീൻ പിടിക്കുന്ന ഗെയിം ഉണ്ടായിരുന്നു, 2 പിള്ളേർ ഭയങ്കര ആഞ്ഞ് മീൻ പിടിക്കലായിരുന്നു ഇവിടെ. പിന്നെ ഇതായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മുടെ ഫുഡ് കോർട്ട്, ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഫുഡ് കോർട്ടായിരുന്നു. ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ലുലു മോളിലാണ് ഞാൻ ഇത്രയും ക്രൗഡ് കണ്ടിട്ടില്ല, പക്ഷെ ഇവിടെ അതിനെക്കാട്ടിലും ക്രൗഡായിരുന്നു. സാറ്റർഡേ സൺഡേ ഒന്നും നമുക്ക് ഈ ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, വീക്ക് ഡേയ്സിൽ വരുന്നതായിരിക്കും ഒന്നും കൂടെ അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. വീക്കെൻഡ് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. നമ്മൾ ഒരുപാട് നേരം ഈ ഫുഡ് എവിടെ നിന്ന് എടുക്കും, എവിടെ നിന്ന് തുടങ്ങും, പിന്നെ സീറ്റ് ഒട്ടും ഉണ്ടായിരുന്നില്ല, കുറേ ഇങ്ങനെ തപ്പിപ്പിടിച്ച് നടന്നു ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം നമ്മൾ സീറ്റ് കിട്ടി, ഒരു കോർണറിലാണ് കിട്ടിയത്. ഫുഡൊക്കെ കഴിച്ചിറങ്ങിയതിൻ്റെ സന്തോഷമാണ് ഈ മുഖത്ത്. അങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ മോഹൻലാലിൻ്റെ കട കണ്ടു, മോഹൻലാലിൻ്റെ മക്കളുടെ കട, പക്ഷെ മോഹൻലാൽ ജനിക്കണ മുന്നേ ഈ കട വന്നിട്ടുണ്ട്, മോഹൻലാൽ സൺസ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബ്രാൻഡ് കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ താഴെ ഷൂസ് കണ്ടു. ഇത് കിച്ചു നീരജ് മാധവൻ ഏതോ ഒരു വീഡിയോയിൽ ഇട്ട ഷൂ പോലെ സാമ്യമുണ്ട് എന്ന് വിചാരിച്ച് നമ്മളെടുത്ത് നോക്കിയതാണ്. റേറ്റ് നോക്കിയപ്പോൾ കണ്ണ് തള്ളിപ്പോയി, 15,000 രൂപയായിരുന്നു. അങ്ങനെ തന്നെ നമ്മൾ അവിടെ വെച്ച് ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിപ്പോകുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി. ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 4:30 4:30 ആയി. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇവിടുന്ന് എത്ര മണിക്ക് നമ്മൾ ഇവിടെ എത്തി? ഇവിടെ നമ്മളൊരു 1:30 ഒക്കെ ആകുമ്പോൾ ഇവിടെ എത്തി. 1:30 ആകുമ്പോൾ എത്തി. ഉള്ളിൽ കയറി, ഒരു രക്ഷയില്ല, ഭയങ്കര വലുതാണ്, നടന്ന് കാലൊക്കെ സീനാണ്. ഫുഡ് കഴിച്ചപ്പോൾ കുറച്ച് ആശ്വാസമായി. പിന്നെ ഇപ്പോൾ ഇറങ്ങി, പിന്നെ തീരെ ഫുഡ് കഴിച്ചപ്പോൾ പിന്നെ നടക്കാൻ വയ്യാതെയായി. അപ്പോൾ എന്തായാലും ഇറങ്ങാൻ വിചാരിച്ചു. എന്തായാലും ഇതിന് ഫുൾ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ടാവില്ല, കാരണം അത്രയും കവർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറാവും വീഡിയോ. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പോൾ മെയിൻ പാർട്ടല്ല, നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അവിടുന്ന് നേരെ വീട്ടിൽ പോവാണ്. വേറെ ഒന്നുമില്ല, കാരണം ഇവിടുന്ന് ഒരുപാട് ഏകദേശം ഒരു 24 കിലോമീറ്റർ വീട്ടിലോട്ടുണ്ട്, റൂമിലോട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഓക്കെ, ബൈ.